Hello friends, I'm Shikitiarun. Welcome to my YouTube channel Kerala Cuisine. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഡെയിലി വരുന്നതായിരിക്കും. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആയിട്ടാണ് കേട്ടോ. നല്ലൊരു നാടൻ ചിക്കൻ ഫ്രൈ. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊരു അടിപൊളി നാടൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ തുടങ്ങാം. വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടൂ കേട്ടോ. അപ്പോൾ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 800 ഗ്രാം ചിക്കൻ ആണ് കേട്ടോ. ഇതൊരു ഫുൾ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. ബോണോട് കൂടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. ബോണോട് കൂടി എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ ടേസ്റ്റ് കൂടുതൽ എപ്പോഴും എല്ലുള്ള ചിക്കൻ എടുക്കുമ്പോഴാണ്. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഐറ്റംസ് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ മിക്സിയുടെ ചെറിയ ജാറില്ല അത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കുടം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി 2 പീസായിട്ട് മുറിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി അരഞ്ഞ് കിട്ടാൻ കുറച്ച് പാടായതുകൊണ്ട് തന്നെ മുറിച്ചിട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ ഒരു 6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. ഒരു 6 അല്ലി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. നല്ല സ്പൈസി ആയിട്ടുള്ള മുളക് പൊടിയൊക്കെ ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇത് നൈസായിട്ടുള്ള അരിപ്പൊടിയാണ്. നമ്മൾ പത്തിരി ഇടിയപ്പൊക്കെ ഉണ്ടാക്കില്ലേ ആ അരിപ്പൊടി. 1 ടേബിൾ സ്പൂൺ ഇടിച്ച മുളകില്ലേ നമ്മുടെ ചില്ലി ഫ്ലേക്സ്, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം. നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 20 to 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് അധികം ടൈമില്ല റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ ഫ്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ഉപ്പ് കൂടുതൽ ഇട്ടിട്ട് നമുക്ക് ഇപ്പം തന്നെ ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ സെയിം ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ. അപ്പം ഞാനിവിടെ 20 മിനിറ്റ് ഫ്രിഡ്ജിൽ ഇത് മൂടിയിട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഡീപ്പ് ഫ്രൈ ആണ് കേട്ടോ ചെയ്യേണ്ടത്. 1 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏത് ഓയിൽ വെച്ചിട്ട് വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതെടുക്കാൻ ശ്രദ്ധിക്കുക. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഓരോരോ പീസുകളായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ എണ്ണയിൽ നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം. കാരണം നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്ന എണ്ണയാണ്. ഇങ്ങനെ എണ്ണയിൽ നമ്മൾ വെക്കുമ്പോൾ പെട്ടെന്ന് കൈമയ്ക്ക് തെറിക്കാനും പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതിലേക്ക് എല്ലാ ചിക്കനും വെച്ചിട്ട് നമുക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ. എന്നാൽ വല്ലാതെ ലോ ഫ്ലെയിം ആക്കരുത്. ഒരു മീഡിയത്തിൻ്റെയും ലോൻ്റെ ഒരു മിഡിലിൽ നിന്നിട്ട് ഇത് നന്നായിട്ട് കുക്കായിട്ട് വരട്ടെ. ഇത് ഫുൾ ചിക്കൻ ആയതുകൊണ്ട് തന്നെ എല്ലൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും കുക്കാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാം. ഈ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കേട്ടോ നമ്മൾ മറിച്ചിടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു ഭാഗം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ടാവും. ഈ മസാലയൊക്കെ നമ്മുടെ ചിക്കൻ്റെ മേലെ തന്നെ നന്നായി പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കഴിഞ്ഞാൽ ഈ മസാലയൊക്കെ ഓയിലിലേക്ക് സ്പ്രെഡായിട്ട് പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ ചിക്കൻ. ഇപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഓയിലിൽ കിടന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഫ്രൈ ചെയ്യാൻ നോക്കണേ. ഇതുപോലെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഫസ്റ്റത്തെ ബാച്ചിൽ കറിവേപ്പില മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതെൻ്റെ മോന് കൊടുക്കേണ്ടതായതുകൊണ്ടാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ചിക്കനും കറിവേപ്പിലും ഒക്കെ നല്ല പോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഞാനൊരു പ്ലേറ്റിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കാണ് കേട്ടോ എടുക്കുന്നത്. ഇതുപോലെ നമുക്ക് ഇനി ബാക്കിയുള്ള എല്ലാ ചിക്കനും ഫ്രൈ ചെയ്യാവുന്നതാണ്.
ഞാൻ ഈ സെക്കൻഡ് ബാച്ച് ഫ്രൈ ചെയ്തപ്പോൾ അതിൽ പച്ചമുളകും അതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളകും കറിവേപ്പിലൊക്കെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അതുകൊണ്ട് അതൊക്കെ ഇട്ട് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ പുറമൊക്കെ നന്നായി ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും, അന്ന് ഉള്ളിലൊക്കെ നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കുന്നുണ്ട്. സൂപ്പറാണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ചിക്കൻ ഫ്രൈ ഇഷ്ടമായില്ല, എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.